നിങ്ങൾ ലസാനിയ കഴിച്ചിട്ടുണ്ടോ? റമദാൻ സ്റ്റാർട്ട് ആയപ്പോഴേ എനിക്കൊരു ആഗ്രഹമായിരുന്നു ലസാനിയ ഒന്ന് ഉണ്ടാക്കി വെക്കാൻ. പിന്നെ ലസാനിയ ഷീറ്റ് അവൈലബിൾ ആവാഞ്ഞപ്പം ആ ഒരു ആഗ്രഹം ഞാൻ വേണ്ടാന്ന് വെച്ചു. അപ്പൊ കറക്റ്റ് സമയത്താണ് എന്റെ ഇൻസ്റ്റഗ്രാമിലെ ഫേവറേറ്റ് പേഴ്സൺ കട്ടിംഗ് ബോർഡ് ബൈ ഇന്നത്തെ നാസ് നോമ്പ് തുറക്കാൻ എനിക്ക് നാസ് എന്തായിരുന്നു ബക്കർ അറിയോ? ഈ ഒരു റെസിപ്പിയും കൊണ്ടുവരുന്നത്. ഡംപ്ലിംഗ് ലസാനിയ യൂസിങ് സമോസ ഷീറ്റ്സ്. ഇതിൽ ഗാർലിക് ചെറിയൊരു ചോപ്പർ. ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഇവിടെ കേട്ടോ ഞാൻ നോമ്പ് ഉണ്ടാക്കിയത്. തുറക്കാൻ പക്ഷെ എണ്ണയിൽ സംഭവം പൊരിക്കാത്ത അടിപൊളിയാണ്. സാധനം. ആദ്യം തന്നെ ചിക്കന്റെ ബോൺലെസ് പീസസ് നല്ലപോലെ അരച്ചെടുക്കാം. അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചോപ്ഡ് ഓണിയൻസ്, ചോപ്ഡ് ക്യാരറ്റ്സ്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഒറിഗാനോ, ചില്ലി ഫ്ലേക്സ്, പെപ്പർ പൗഡർ, ആവശ്യത്തിന് ഉപ്പ്, സോയാ സോസ്, കുറച്ച് ഓയിലും കൂടെ ആഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇത് ലെയർ ചെയ്യാനുള്ള സമോസ ഷീറ്റ്സ് വെള്ളത്തിൽ ബോയിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ബോയിൽ ചെയ്തപ്പം അതെല്ലാം കൂടെ പഴംപൊരിക്ക് മാവുണ്ടാക്കിയ പോലെ ആയിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ സമോസ ഷീറ്റ്സ് കുറച്ച് നേരം ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ എടുത്ത് ലെയർ ചെയ്തേക്കാണ് കേട്ടോ. സമോസ ഷീറ്റ്സ് രണ്ടെണ്ണം വീതം ഒട്ടിച്ച് വെച്ചിട്ട് വേണം അത് സോക്ക് ചെയ്തെടുക്കാൻ. ആദ്യം തന്നെ ലസാനിയ പ്രിപ്പയർ ചെയ്യാനുള്ള ട്രേയിലോട്ട് സമോസ ഷീറ്റ്സ് ഒന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ മേലെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ച ചിക്കൻ്റെ മിക്സ് തിന്നായിട്ടൊന്ന് ലെയർ ചെയ്ത് കൊടുക്കുക. മുകളിൽ ഞാൻ കുറച്ച് ചീസും കൂടെ ഗ്രേറ്റ് ചെയ്തിരുന്നു. ഇതേപോലെ തന്നെ ഓരോ ലെയേഴ്സും നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം കേട്ടോ. സമോസ ഷീറ്റ്സ്, പിന്നെ ചിക്കൻ്റെ മിക്സ്, മുകളിൽ ഗ്രേറ്റഡ് ചീസ്. ഇത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഈ ഒരു റമദാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടു കേട്ടോ. യു വിൽ ഷുവർലി ലവ് ദിസ് റെസിപ്പി. എല്ലാം ലെയർ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് സ്റ്റീം ചെയ്യാൻ വെക്കാം. ഒരു വലിയ പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു റിങ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ട്രേ ഞാൻ ഇതിൽ പ്ലേസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതൊരു 30 to 35 മിനിറ്റ്സ് ഒന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ മൊമോസിൻ്റെ ചട്നി പ്രിപ്പയർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ടൊമാറ്റോയും ഉണക്കമുളകും ഒന്ന് ബോയിൽ ചെയ്ത് കൊടുക്കുക. ഞാൻ കാശ്മീരി ചില്ലിയാണ് കേട്ടോ അതിനെടുക്കുന്നത്. അതാകുമ്പോൾ അധികം എരിവുണ്ടാവില്ല, പക്ഷെ നല്ല കളറും ഉണ്ടാവും. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക് ഇട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോയും ഫ്രൈഡ് ചില്ലീസും ഒന്ന് മിക്സർ ജാറിലിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്യുക. പേസ്റ്റ് ആക്കുമ്പോൾ തക്കാളിയുടെ സ്കിൻ ഒഴിവാക്കിയിട്ട് വേണം പേസ്റ്റ് ആക്കാൻ കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോഴേക്ക് ഇതിലേക്ക് സോയ സോസ്, ടൊമാറ്റോ സോസ്, വിനീഗറും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ലസാനിയ റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. യെസ്, അപ്പോൾ ലസാനിയ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇതൊന്ന് ചെറിയ പീസസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഡബ്ലിങ്ങിൻ്റെ സോസ് ഇതിൻ്റെ മുകളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതാ കണ്ടില്ലേ, ഇത് ഇത്രയും സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.